ഹായ്, ഞാൻ ഡോക്ടർ മാധുജി കണ്ടത്തിൽ ഹരിപ്പാട്. ആധുനിക കാലത്ത് ചെറുപ്പക്കാർക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ കക്കൂസി പോകണം എന്നുള്ള തോന്നലും അനുബന്ധ ബുദ്ധിമുട്ടുകളും. ഇതിനെ നമ്മൾ ഗാസ്ട്രോ കോളിക് റിഫ്ലക്സ് എന്നാണ് പറയുന്നത്. പൊതുവെ ഇത് ടെൻഷനുള്ള ചെറുപ്പക്കാരിലാണ്, ആങ്സൈറ്റി ഉള്ള ചെറുപ്പക്കാരിലാണ് കണ്ടുവരുന്നതെങ്കിലും തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന ഹൈപ്പർ തൈറോയിഡിസം, അതുപോലെ ഷുഗർ കുറേ നാൾ മാരകമായി നിന്ന് കഴിയുമ്പോൾ, കൺട്രോൾ അല്ലാതെ നിന്ന് കഴിയുമ്പോൾ ഞരമ്പിനെ ബാധിക്കുന്നതുകൊണ്ടുമൊക്കെ ഇതേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. എങ്കിലും പൊതുവെ നമ്മൾ പറയുമ്പോൾ കുടലിന്റെ ഇളക്കം കൂടുന്ന ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അഥവാ IBS എന്ന് പറയുന്ന ഒരു രോഗമാണ് പൊതുവെ ഇതിന് കാരണമായിട്ട് കണ്ടുവരുന്നത്. നമ്മുടെ തലച്ചോറിൽ നിന്ന് ഞരമ്പ് വഴി കുടലിലേക്കുള്ള ഉദ്ദീപനം കൂടുന്നതിന്റെ ഫലമായും കുടലിൽ പ്രവർത്തിക്കുന്ന ഹോർമോണുകളുടെ ഉത്പാദനം കൂടുന്നതുകൊണ്ടുമാണ് ഇങ്ങനെ ഈ ഒരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാകുന്നത്. ഇതിനെയാണ് നമ്മൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും. ഇങ്ങനെയുള്ള ആളുകൾക്ക് പകൽ സമയത്ത് ആഹാരം കഴിച്ചു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് രാവിലെ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ കക്കൂസി പോകണമെന്നുള്ള തോന്നൽ ഉണ്ടാകും. എങ്കിൽ പോലും നമ്മൾ അറിയേണ്ട കാര്യം, ഇതേ ലക്ഷണങ്ങളുള്ള കുറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രോഗങ്ങളുണ്ട്. നമുക്ക് ജീവന് ഭീഷണി വരെ ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്. അപ്പം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആണ് അല്ലെങ്കിൽ IBS ആണെന്ന് പറഞ്ഞിരിക്കുന്ന പല രോഗികളിലും നമ്മൾ പിന്നെ ഈ മാരക രോഗങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അഥവാ കഴിച്ച ഉടനെ കക്കൂസി പോകണം എന്നുള്ള തോന്നലുള്ള രോഗികൾ എല്ലാവരും ഇതിൽ ടെസ്റ്റിന് വിധേയമാകണം എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ആവശ്യമില്ല. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഞാൻ പറഞ്ഞത് ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന രോഗമാണ്. അതുകൊണ്ട് ഒരു 50 വയസ്സിന് ശേഷമാണ് ഈ രോഗലക്ഷണങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാരക രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നും സംശയിച്ച് പരിശോധനകൾ ചെയ്യണം. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പൊതുവെ പകൽ സമയത്താണ്, പ്രത്യേകിച്ച് രാവിലെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിലും കൂടി ഈ ലക്ഷണങ്ങൾ വരുന്നെങ്കിലും അല്ലെങ്കിൽ രാത്രി മാത്രമാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതെങ്കിലും നമ്മൾ ടെസ്റ്റുകൾ ചെയ്യണം. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോത്തിന്റെ പ്രത്യേകത വയറുവേദന ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വയറുവേദന ഈ വയറിളക്കത്തോടു കൂടി ഉണ്ടാകുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത കുറച്ച് ലക്ഷണങ്ങൾ. രക്തക്കുറവുണ്ട്. ആളുകൾക്ക് രക്തക്കുറവ്, അമിതമായ ക്ഷീണം ഉണ്ടാകുന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും രോഗമാണോ എന്ന് നോക്കണം. അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ ഭാരം കുറയുകയും വിശപ്പ് കുറയുകയും ചെയ്താൽ ഈ മറ്റു രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് സംശയിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലത്തിൽ ചളി പോവുക, അല്ലെങ്കിൽ മലത്തിൽ ചോര പോവുക, അല്ലെങ്കിൽ മലം കറുത്തു പോവുക. ഇതൊരു വളരെ മാരകമായ ഒരു ലക്ഷണമാണ്. അങ്ങനെയുള്ള ആളുകളെല്ലാം തീർച്ചയായിട്ടും പരിശോധന ചെയ്ത് നമുക്ക് ഭാവിയിൽ ദോഷമാകാവുന്ന 3 രോഗങ്ങൾ ഏതെങ്കിലും ഒന്നാണോ എന്ന് കണ്ടുപിടിക്കണം. ആ 3 രോഗങ്ങളാണ് 2 രോഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, കുടലിൽ വ്രണം ഉണ്ടാകുന്ന, വീക്കം വന്ന് വ്രണം ഉണ്ടാകുന്ന അസുഖമാണ്. അടുത്തത് മാൽ അബ്സോർപ്ഷൻ സിൻഡ്രോം, കുടലിലെ പോഷകങ്ങളുടെ ആഗിരണം ഉണ്ടാകാതെ വയറിളക്കി പോകുന്ന അസുഖം. അതോടൊപ്പം നിങ്ങൾക്ക് അറിയാവുന്ന മൂന്നാമത്തെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള അസുഖം വൻകുടലിലെയോ മലാശയത്തിലെയോ ഉണ്ടാകുന്ന ക്യാൻസർ. അപ്പോൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കക്കൂസി പോകുന്ന ടെൻഡൻസി പകൽ സമയത്ത് ഉണ്ടാകുന്ന ഒരു സാധാരണ ടെൻഷൻകാരുടെ ഒരു പുറത്താണെങ്കിൽ പോലും പലപ്പോഴും മാരകമായ ഒരു ലക്ഷണത്തിന്റെ ആദ്യ ലക്ഷണമോ മറ്റോ ആകാം. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ബുദ്ധിമുട്ടുള്ളവർ പ്രത്യേകിച്ച് ഡോക്ടറെ പോയി കാണാൻ മറക്കരുത്. പരിശോധനകൾ ചെയ്ത് മാരക രോഗങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, താങ്ക് യു.